I think നമുക്ക് അത്യാവശ്യം members ആയിട്ടുണ്ട്. So I think we will start. So all the best both of you. Vinika ma'am will start. Okay. Thank you, ma'am. Hi, good evening all. എൻ്റെ പേര് വിനേക വിനോദ് എന്നാണ്. വീട് മൂവാറ്റുപുഴയിലാണ്. റെമഡിയൽ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 23ാമത്തെ ബാച്ചിലെ ഒരു മെമ്പറാണ്. നമ്മളിപ്പോൾ വിൻപിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണല്ലോ ഉള്ളത്. ഇതിൽ അവതാരകരായി വരുന്നത് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണല്ലോ. ട്രെയിനിങ്ങിലൂടെ ഒരു വ്യക്തിയുടെ അറിവും കഴിവും മൈൻഡ് സെറ്റും മെച്ചപ്പെടുത്തി ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ്ങിന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഒന്നാമതായി സ്കിൽ ഡെവലപ്മെന്റ്, രണ്ടാമതായി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, മൂന്നാമതായി ഉൽപാദനക്ഷമത ഉയരുന്നു. പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് ലഭിച്ച എംപ്ലോയീസ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. നാലാമതായി പുതിയ ടെക്നോളജീസിനോടുള്ള പൊരുത്തപ്പെടൽ എല്ലാം ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഇങ്ങനെ പോകുന്നു ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ്. ഇനി ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ പരിചയപ്പെടുത്താം. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണല്ലോ സച്ചിൻ ടെണ്ടുൽക്കർ. തന്റെ കഴിവുകൾ സ്വാഭാവികമായി ഉണ്ടായതല്ല അദ്ദേഹത്തിന്. ചെറിയ പ്രായം മുതൽ സ്ഥിരമായ ട്രെയിനിങ്, ട്രെയിനറിന്റെ മാർഗനിർദ്ദേശം, നിരന്തര പരിശ്രമം എന്നിവയിലൂടെയാണ് അദ്ദേഹം ലോകത്തിന്റെ മികച്ച താരങ്ങളിൽ ഒരാളായി മാറിയത്. ഇത് ട്രെയിനിങ്ങിന്റെ ശക്തിയെ വ്യക്തമാക്കുന്ന മികച്ച ഉദാഹരണമാണ്. അതിനാൽ ജീവിതത്തിൽ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ട്രെയിനിങ് അത്യാവശ്യമാണ്. ട്രെയിനിങ് ഇല്ലാതെ വിജയം അസാധ്യം എന്ന് തന്നെ നമ്മൾ ഓർക്കണം. തുടർച്ചയായ പരിശീലനവും പരിശ്രമവും നമ്മെ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് നയിക്കും. ഞാൻ വിൻപിൾ അക്കാഡമിയുടെ കീഴിലും നടത്തി വരുന്ന ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്ന 6 months കോഴ്സ് കഴിഞ്ഞതാണ്. അതിലൂടെ എങ്ങനെ ഒരു കുട്ടിയെ ട്രെയിനിങ് ചെയ്ത് എടുക്കാമെന്ന് ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയെടുത്തു. അതിനുശേഷം ഒരു 21 ദിവസം ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരവും ലഭിച്ചു. ഈ കുറഞ്ഞ സമയം കൊണ്ട് ആ കുട്ടിയുടെ ലേണിംഗിൽ വന്ന മാറ്റങ്ങൾ, അതായത് ഇംപ്രൂവ്മെന്റ്സ്, എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ട്രെയിനിങ് ഓരോ വ്യക്തിയെയും എത്രത്തോളം മെച്ചപ്പെടുത്തുമെന്നും മനസ്സിലായി. വേറെ പല കോഴ്സസും വിൻപിൾ അക്കാഡമിയുടെ കീഴിൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. എനിക്കൊരു നല്ല ട്രെയിനർ ആകണമെന്ന ആഗ്രഹം ഇതിലൂടെയാണ് ഉണ്ടായത്. അപ്പോഴാണ് വിൻപിളിന്റെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സിനെ കുറിച്ച് അറിയാൻ ഇടയായി. അങ്ങനെ ഫൈസൽ സാറിനെയും അർച്ചന മാമിനെയും പിന്നെ എൻ്റെ ബാച്ച് മേറ്റ്സിനെയും പരിചയപ്പെടാൻ സാധിച്ചു. ട്രെയിനിങ് എന്നത് വെറും ഒരു പഠനമല്ല എന്ന് മനസ്സിലായി. സ്ഥിരമായി 10 ടോപ്പിക് പ്രസന്റേഷൻ നടത്തിയതിലൂടെ എൻ്റെ കഴിവുകൾ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലിസണിങ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ് എക്സെട്ര വളരെയധികം ഇംപ്രൂവ് ആയി. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. ട്രെയിനിങ്ങിലൂടെ എൻ്റെ ക്ഷമയും കോൺഫിഡൻസും സ്ഥിരതയും ഉയർത്താൻ സാധിച്ചു. ഓഡിയൻസിനെ അഭിമുഖീകരിക്കാനുള്ള മനോഭാവത്തിലും മാറ്റങ്ങൾ വന്നു. ചെറിയ ഇംപ്രൂവ്മെന്റ്സ് പോലും നമുക്ക് വലിയ ആത്മവിശ്വാസം വളർത്തുന്നു. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭയം കുറയുകയും കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ഫൈസൽ സാറിനും അർച്ചന മാമിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ട്രെയിനിങ് നമ്മുടെ കഴിവുകളും മൈൻഡ് സെറ്റും കോൺഫിഡൻസും ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തമായ ആയുധമാണ്. അത് ഏത് പ്രായത്തിലും സാധ്യമാണ് എന്നും എൻ്റെ ബാച്ച്മേറ്റ്സിലൂടെ മനസ്സിലായി. ഇത് നല്ലൊരു ട്രെയിനിങ് സെഷൻ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് നമുക്ക് ട്രെയിനിങ്ങിനായി സെഷൻ എടുക്കുന്നത് അബ്ദുൾ റൌഫ് സാറാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം മലപ്പുറമാണ്. എന്നാൽ ഇപ്പോൾ US-ൽ ലോസ് ആഞ്ചലസ് എന്ന സ്ഥലത്താണ് ഉള്ളത്. അദ്ദേഹം IT പ്രൊഫഷണൽ ആൻഡ് ഡിജിറ്റൽ വെൽനസ് ട്രെയിനർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ടോപ്പിക് അറ്റൻഷൻ എക്കോണമിയെ കുറിച്ചാണ്. ഇന്ന് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഡിവൈസസ് എന്നിവയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ ഡിവൈസസ് ആയ മൊബൈൽസ്, ടാബ്സ്, ലാപ്ടോപ്സ്, പിന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ അറ്റൻഷൻ നേടിയെടുക്കുന്നത്? എങ്ങനെയാണ്
നമ്മളെ അതിൽ എൻഗേജ് ചെയ്ത് നിർത്തുന്നത്, അതിന്റെ പുറകിലുള്ള സൈക്കോളജി, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി, പിന്നെ എങ്ങനെയാണ് നമുക്ക് ഡിജിറ്റൽ ഡിവൈസസ് കൺട്രോൾ ചെയ്ത് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യും. സോ ഐ വെൽക്കം അബ്ദുൾ റാഫ് സർ. സർ, the stage is yours. Thank you. Thank you, Vinayaka ma'am. Thank You're you welcome, sir. for the introduction. ട്രെയിനിങ്ങിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ മാം പറഞ്ഞു. Thank അപ്പൊ you. വീണ്ടും താങ്ക്സ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ. അപ്പം മാം പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അറ്റൻഷനെ കുറിച്ചാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും കുറഞ്ഞു പോകുന്ന നമ്മുടെ പുതിയ ജനറേഷൻ അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഉള്ള അറ്റൻഷൻ എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം എല്ലാവരുടെയും അറ്റൻഷൻ ഇവിടെ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഒരു കുറച്ച് സമയം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. വളരെ കുറച്ച് സമയം മതി. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും ഒരുപാട് ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് വാച്ച്, ഈ ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവയെ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഓർഗൻ വരെ വിളിക്കാം. മൊബൈൽ ഫോൺ അല്ലേ സദാസമയം നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ കാര്യമായിട്ടൊരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓഫീസിലായിരിക്കും, വീട്ടിലായിരിക്കാം. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു കോൾ വരിക ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജ് അത് ഓപ്പൺ ചെയ്തപ്പം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോയി. അങ്ങനെ കുറേ സമയം നമ്മൾ അതിന്റെ പുറകെ അങ്ങ് പോയി. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെ പറ്റി മറന്നുപോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നിങ്ങളുടെ ജീവിതത്തില്? പലപ്പോഴും അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ അങ്ങനെ സമയം കളയാറുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു കറണ്ട് ബില്ല് അടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ലാപ്ടോപ്പ് തുറന്നപ്പോഴാണ് ഒരു ആമസോണിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു സെയിൽസിന്റെ ആഡ് കാണുന്നത്. അപ്പൊ ആഡ് കണ്ടപ്പം നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറി നോക്കിയതാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഓഫറുകൾ കാണുന്നത്. അങ്ങനെ ഓഫറുകൾ കണ്ട് അവസാനം ഒരു 3-4 പ്രോഡക്റ്റ് നമ്മൾ അങ്ങ് ഓർഡർ ചെയ്യുന്നു, നല്ല ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ നമ്മൾ ലാപ്ടോപ്പ് തുറന്നത് എന്തിനായിരുന്നു? ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കണമെന്ന ഉദ്ദേശത്തിൽ നമുക്ക് ഒരു ഹരിമുരളീരവൻ എന്ന് പറയുന്ന ഒരു സോങ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ് അല്ലേ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് തുറന്നു. യൂട്യൂബ് തുറന്നപ്പോൾ യൂട്യൂബിന്റെ ഹോം പേജിൽ കുറേ പാട്ടുകളുണ്ട്. നമ്മൾ ഹരിമുരളീരവത്തിന്റെ കാര്യം മറന്നുപോയി, അതിലൊരു പാട്ട് പ്ലേ ചെയ്തു. പിന്നീട് കുറേ പാട്ടുകൾ അതിന്റെ പുറകെ കേട്ടു. പക്ഷെ നമ്മൾ കേൾക്കാൻ വന്ന പാട്ട് കേൾക്കുന്നില്ല. വേറൊരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്യാനായിട്ട് ഫോൺ കയ്യിലെടുത്തു. അപ്പൊ അതേ ഒരു കിടക്കുന്നത് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, അതിനകത്ത് കുറെ മെസ്സേജുകൾ കാണുന്നു. അപ്പൊ നമ്മൾ ഒന്നിന് റിപ്ലൈ ചെയ്തു, അപ്പൊ നമുക്കൊരു റിപ്ലൈ വന്നു. അങ്ങനെ നമ്മൾ ആ ചാറ്റിന്റെ പുറകെ അങ്ങ് പോയി. എന്തിനാണ് നമ്മൾ ഫോൺ കയ്യിലെടുത്തത് മറന്നുപോയി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആരാണ് നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോകുന്നത്? ആരാണ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് എന്താണ് ഇതിന് പുറകിൽ അവർ ഉപയോഗിക്കുന്ന സൈക്കോളജി? എന്തെല്ലാം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്നത്? ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് വിനേക മാം പറഞ്ഞ പോലെ തന്നെ അറ്റൻഷൻ എക്കോണമി. അറ്റൻഷൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പണത്തേക്കാൾ മൂല്യമുണ്ട് എന്നാണ് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഏജിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ള അറ്റൻഷനെ എങ്ങനെ ഗ്രാബ് ചെയ്യാം എന്നാണ് ഡിജിറ്റൽ ടെക്നോളജികൾ, മോഡേൺ ടെക്നോളജികൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമോഡിറ്റി ആയിട്ടാണ് പുതിയ ടെക്നോളജികളെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടേം അറ്റൻഷൻ എക്കോണമി. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ അറ്റൻഷൻ ഇത്രമാത്രമൊക്കെ മൂല്യം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷനിൽ നിന്ന് എങ്ങനെയാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറെ സമയം വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ കുറെ സമയം ഫേസ്ബുക്ക് വാങ്ങിക്കുന്നു, ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവർ വരുമാനം ഉണ്ടാക്കുന്നത്? അപ്പൊ ഞാൻ അതിനൊരു 3-4 ഉദാഹരണമായിട്ട് പറയാം. ഒന്നാമത്തേതാണ് മാർക്കറ്റിംഗ്. നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ടി വിയിൽ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
ഒരു സെലിബ്രിറ്റി വരും അല്ലെ, മമ്മൂട്ടിയോ ഐശ്വര്യ റായിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നിട്ട് പറയും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇന്ന സോപ്പാണ്, എന്നിട്ട് അവരൊരു സോപ്പ് കാണിക്കും. അതല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മസാല പൊടി ഇതാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാർ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് കണ്ടിരുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് പരസ്യത്തിന്റെ സ്വഭാവവും രൂപവും എല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരസ്യങ്ങൾ കൂടുതൽ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതും പരസ്യങ്ങളാണെന്ന് നമുക്ക് പുറമേ കണ്ടാൽ മനസ്സിലാകുക പോലും ചെയ്യാത്ത രൂപത്തിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ അവരുടേതായ മേഖലയിൽ കുറെ വീഡിയോസ് ഉണ്ടാക്കും. ആ വീഡിയോസിനകത്ത് വളരെ എന്താ പറയാ, നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് ഇന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കുന്നു. അപ്പൊ ആ വീഡിയോ കാണിക്കുന്നതിനിടയ്ക്ക് അവർ ഉപയോഗിക്കുന്ന കുറെ കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ കമ്പനിയുടെ പേര് പറയും, അവരുപയോഗിക്കുന്ന വീട്ടിലെ ഫർണിച്ചറുകളുടെ കമ്പനിയുടെ പേര് പറയും, അല്ലെങ്കിൽ അവരുടെ കാറിന്റെ കമ്പനിയുടെ പേര് പറയും. അവരൊരിക്കൽ പോലും നമുക്കത് റെക്കമെൻഡ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം നമുക്ക് ആ പേരുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുകയും പിന്നീട് നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, ഫുഡ് ബ്ലോഗേഴ്സ് കണ്ടിട്ടില്ലേ? അവരെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അരി എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ. അല്ലെങ്കിൽ ഈ മസാലപ്പൊടി ഉപയോഗിച്ചാലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മാർക്കറ്റിങ്ങും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ സമയം വെറുതെ കളയുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് സെല്ല് ചെയ്യുകയും കൂടിയാണ് അവർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു റവന്യൂ ജനറേഷൻ മെത്തേഡാണ് സബ്സ്ക്രിപ്ഷൻ. ഇന്നിപ്പം OTT പോലെ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കോണ്ടന്റ്സ് ഉണ്ട്. കുറച്ചെല്ലാം കോണ്ടന്റ്സ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തരും. എന്നാൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് കാണണമെങ്കിൽ നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോഴും ഇവിടെയും സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടെ പേയ്മെന്റ് ചെയ്താൽ, ഇപ്പം OTT ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മൂവികളെല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. കുറച്ചധികം മൂവികൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സബ്സ്ക്രിപ്ഷനും ഒരു റവന്യൂ ജനറേഷൻ മെത്തേഡാണ്. മൂന്നാമത്തേതാണ് ഇൻ ആപ്പ് പർച്ചേസസ്. ഇതിൽ ക്യാൻവ യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ക്യാൻവ പോലെയുള്ള എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള? അതെ, ജേക്കബ് സാർ യൂസ് ചെയ്തിട്ടുണ്ട്, സൂസൻ മാം. ഇതുപോലെയുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിന്റെ സ്റ്റോറിൽ നിന്നൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആയിരിക്കും. ഇതിനകത്ത് സൈൻ അപ്പ് ചെയ്യുന്നതും ഫ്രീ ആണ്. പക്ഷേ നമ്മൾ അകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറച്ച് ഫീച്ചേഴ്സേ ഉള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണം കൊടുക്കണം. ഇവിടെയും ഈ സെയിം ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ച് കോണ്ടന്റ്സ് ഫ്രീ ആയി തരുന്നു, അതിനുശേഷം നമ്മളെ കൊണ്ട് തന്നെ അവർ പേയ്മെന്റ് ചെയ്യിക്കുന്നു. അപ്പൊ ഇതും ഒരു റവന്യൂ ജനറേഷൻ മെത്തേഡാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇതുവരെ ഒരു പരസ്യവും അല്ലെങ്കിൽ ഒരു വീഡിയോയും കണ്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടില്ല അല്ലെ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല, ഞാൻ ഇതുവരെ ഒരു ആപ്പിനും പേയ്മെന്റ് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എന്റെ സമയമൊന്നും ഇവര് പൈസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ? ചിലരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടാവും ഇല്ലേ? ഇവിടെയാണ് നാലാമത്തെ കാര്യം വരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ബിഹേവിയറൽ ഡാറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഇൻസ്റ്റാഗ്രാമിന് എങ്ങനെ എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാംകാർ എൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർക്ക് ഇത്ര കൃത്യമായിട്ട് എൻ്റെ ഇമോഷൻ മനസ്സിലാവുന്നത് എന്ന് ഞാൻ പലപ്പോഴും പലരും പറയുന്നിട്ടുണ്ട്. എൻ്റെ പാർട്ട്ണറിനേക്കാൾ ഇൻസ്റ്റാഗ്രാമിന് എന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിനെ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ ബിഹേവിയറൽ ഡാറ്റയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ കാണുന്ന വാച്ച് ടൈം, നമ്മൾ ഓരോ വീഡിയോസും എത്ര സമയം കാണുന്നു, നമ്മൾ എവിടെയെല്ലാം ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ലൈക്സ്, ഷെയർസ്, അതുപോലെ പോസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണല്ലേ പോസ്. നമ്മൾ എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം പറയാൻ പോവാണെങ്കിൽ പോസ് ചെയ്യാന്ന് പറയും. നമ്മൾ വീഡിയോ കാണുമ്പോഴും നമ്മൾ പോസ് ചെയ്യുന്ന കാര്യം പോലും അവരെ സംബന്ധിച്ച് അതൊരു ഡാറ്റയാണ്. നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തു, നമ്മൾ അവിടെ എങ്ങോട്ടും സ്ക്രോൾ ചെയ്യാതെ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മളത് വായിക്കുകയാണെന്നാണ്. അങ്ങനെയാണ് ആപ്ലിക്കേഷൻ അത് റീഡ് ചെയ്യുന്നത്. അതുപോലെ എത്ര സമയം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഈ പ്ലാറ്റ്ഫോമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ഈ ഇന്ററാക്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ അവർക്ക് മനസ്സിലാവുന്നതും നമ്മുടെ ഇമോഷൻസിനെ അവർ റീഡ് ചെയ്യുന്നതും. അപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരും. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അവർ നമ്മുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കും.
അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണിച്ചു തരും. വീണ്ടും അവർക്ക് ബിഹേവിയറൽ ഡാറ്റ കിട്ടും, വീണ്ടും പേഴ്സണലൈസ് ചെയ്യും. അങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് അവസാനം നമുക്ക് തന്നെ തോന്നും എൻ്റെ ഇമോഷൻസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മനസ്സിലാവുന്നുണ്ട്, എൻ്റെ ഇമോഷൻസിനെല്ലാം എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ് ഇൻസ്റ്റാഗ്രാമിന് കഴിയുന്നുണ്ട്. പിന്നീട് നമ്മളൊരു ലൂപ്പിൽ പെട്ടുപോവുകയാണ്. ഒരു വീഡിയോയിൽ തുടങ്ങി 2ആയി 3ആയി 4ആയി 10ആയി ഒരുപാട് സമയം നമ്മൾ അതിൽ ചെലവഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിഹേവിയറൽ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആപ്ലിക്കേഷനുകളെ സംബന്ധിച്ച് അവർക്ക് കോണ്ടന്റ് പേഴ്സണലൈസ് ചെയ്യാനായിട്ട് ബിഹേവിയറൽ ഡാറ്റ അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ സമയത്തിനെ ഇവര് ഒരു മോണിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളിവിടെ അറ്റൻഷനെ കുറിച്ച് സംസാരിച്ചു അല്ലേ? ഇപ്പൊ നമുക്ക് എത്രത്തോളം അറ്റൻഷൻ ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഞാനിവിടെ ഒരു സെന്റൻസ് വായിക്കും. ഈ സെന്റൻസിൽ ഫോക്കസ് എന്ന് പറയുന്ന വാക്ക് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കണം. വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം വായിക്കുള്ളൂ, വലിയൊരു സെന്റൻസ് ഒന്നുമല്ല. വായിക്കട്ടെ? Yes, sir. While fixing it, he realized the real focus was the spring. Even though the guide put focus on the frame, and his thoughts gave focus to a tiny screw, until the repair brought everything back into focus, with the focus finally clear. എത്ര പേരെ നോട്ടീസ് ചെയ്തു? 5 times. എല്ലാവരും കണ്ടുപിടിച്ചല്ലേ? 5 times. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും നല്ല ഫോക്കസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചോദ്യം ഒന്ന് മാറ്റി നോക്കിയാലോ? ഞാനിപ്പോ ഇവിടെ വായിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും പറയാവോ? അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന്? You were too busy listening to focus. അതെ, നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യത്തിലേക്കുള്ള ശ്രദ്ധ പോകും എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യത്തിലേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയത്ത്. നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് മൊബൈൽ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മുടെ ഫോക്കസ് മുഴുവൻ മൊബൈൽ ഫോണിലാണ്. നിങ്ങളിപ്പം ഫോക്കസ് എന്ന് പറയുന്ന വേർഡിൽ ഫോക്കസ് ചെയ്ത പോലെ. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു, ഈ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന് പുറകിലുള്ള സൈക്കോളജി എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാ സെഷനിലും നമ്മൾ സംസാരിക്കുന്ന ഒരു വേർഡാണ് ഡോപ്പമൈൻ എന്ന് പറയും. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്ക് സന്തോഷം, ആഹ്ലാദം, പ്ലഷർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്, അതല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഡോപ്പമൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആന്റിസിപ്പേറ്ററി ബിഹേവിയർ ആണ്. നമുക്ക് എന്തോ കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് ഡോപ്പമൈൻ കൂടുതലായിട്ടും റിലീസ് ചെയ്യുന്നത്, ഒരു സംഭവം കിട്ടുമ്പോഴല്ല. നിങ്ങളൊക്കെ ഈ LP സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മള് സ്കൂളിലൊക്കെ ടൂർ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ടൂർ പോകുന്ന അന്നാണോ തലേ ദിവസമാണോ? തലേദിവസം. അതെ, അതായത് നമുക്ക് ടൂർ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, അവിടെയും ഡോപ്പമൈൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ രാവിലെ നേരത്തെ എണീക്കും. അലാമിന്റെ അന്ന് ആവശ്യമില്ല, ഒരു 3 മണിക്ക് ആകുമ്പോഴത്തേന് നമ്മൾ എണീക്കും. 5 മണിക്കോ 6 മണിക്കൊക്കെയാണ് പോകുന്നതെങ്കിലും, കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഈ ഒരു ടൂർ പ്രോഗ്രാമിനായിട്ട്. അപ്പൊ അവിടെയും ഡോപ്പമൈൻ ആണ് വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് ലൈക്ക് കിട്ടാൻ പോകുന്നു അല്ലെ, നമ്മുടെ കമന്റ്സ് കിട്ടാൻ പോകുന്നു, നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണാൻ പോകുന്നു എന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇത് പോയല്ലോ. അപ്പൊ എപ്പോഴും അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് വേരിയബിൾ റിവാർഡ്സ് എന്ന് പറയുന്നത്. വേരിയബിൾ റിവാർഡ് മെക്കാനിസം. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഓക്കെ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 10,000 രൂപയാണ് നിങ്ങളുടെ മാസ ശമ്പളം. എല്ലാ ദിവസവും കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട്, അതിലൊന്നും ഒരു മുടക്കുമില്ല. ഈ ശമ്പളത്തിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നുണ്ട്, ക്രിസ്മസിന് കിട്ടുന്നുണ്ട്, പെരുന്നാളിന് കിട്ടുന്നുണ്ട്, ഓണത്തിനും കിട്ടുന്നുണ്ട്. ഈ ബോണസ് എത്രയാണെന്നും അറിയില്ല, ഒരു 3,000 അല്ലെങ്കിൽ 4,000 5,000. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എപ്പോഴാണ്? ഈ മാസാമാസം കിട്ടുന്ന ശമ്പളം കിട്ടുമ്പോഴാണോ അതോ ബോണസ് കിട്ടുമ്പോഴാണോ?
ബോണസ് കിട്ടുമ്പോ അതെ, ബോണസ് കിട്ടുമ്പോഴാണല്ലേ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിതൊരു നമ്മുടെ വരുമാനത്തിനേക്കാൾ അധികമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എത്രയാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി അറിയുന്നില്ല എന്നുള്ളതാണ്. അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ രസം പോയി. ഈ ജിപേ തുടങ്ങിയ കാലത്ത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമുക്കൊരു സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, സ്ക്രാച്ച് ഓപ്ഷൻ ഒട്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ വല്ല മധ്യപ്രദേശിലുള്ള പലചരക്ക് കടയിലുള്ള സാധനത്തിന്റെ ഡിസ്കൗണ്ട് ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് 1 രൂപ, 2 രൂപ, അല്ലെ, 10 രൂപ, 100 രൂപ ഇങ്ങനെയൊക്കെ കിട്ടിയത് ഓർമ്മയില്ലേ? അപ്പൊ ഇത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 10 രൂപക്ക് സത്യത്തിൽ നമുക്ക് 1000 രൂപയേക്കാൾ മൂല്യമാണ്, അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിയതിനേക്കാൾ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ, നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി അറിയില്ല. ഇതേ സൈക്കോളജിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരിക്കലും അറിയുന്നില്ല എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആമസോണിൽ ബിഗ് മില്യൺ സെയിൽ നടക്കുമ്പോൾ ആമസോൺ ഒരിക്കലും നമ്മൾ പറയില്ല ഇത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത്. ഇപ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ അവര് ഓഫർ നേരത്തെ കാണിക്കും, എന്നിട്ട് ഒരു ഡിജിറ്റ് മാത്രം മറച്ചു വെക്കും. കാരണം അവര് ഒരു വേരിയബിൾ ഒരു ഓഫറാണ് നമുക്ക് തരുന്നത്. അതുപോലെ ആമസോണിൽ അവർ പറയും ബാക്കി എല്ലാവർക്കും 50%, നിങ്ങൾക്ക് മാത്രം 60% ആണ്, നമ്മളെന്തോ സ്പെഷ്യൽ ആണ് അവർക്ക്. അപ്പൊ ഇതുപോലെ വേരിയബിൾ ആയിട്ടുള്ള റിവാർഡിംഗ് മെക്കാനിസം ആണ് രണ്ടാമത് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, സോഷ്യൽ വാലിഡേഷൻ. അല്ലെ, നമുക്കെല്ലാവരും സോഷ്യൽ വാലിഡേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം, ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഈ സോഷ്യൽ വാലിഡേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ലൈക്ക്, ഷെയർ, കമന്റ്, നമ്മുടെ സ്റ്റാറ്റസുകൾ, അല്ലെ, സ്റ്റോറികൾ, ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ആ വീഡിയോ കാണുന്നതിനേക്കാൾ സന്തോഷം, ഈവൻ നമ്മൾ യാത്ര പോകുമ്പോൾ പോലും നമ്മൾ യാത്ര ചെയ്യുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ നന്നായി എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറയുമ്പോഴാണ്. അപ്പൊ ഈ സോഷ്യൽ വാലിഡേഷനും ഇന്ന് കാണുന്ന ഡിജിറ്റൽ ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിയാണ്. അപ്പൊ പ്രധാനമായിട്ടും ഡോപ്പമൈൻ, അതുപോലെ വേരിയബിൾ റിവാർഡ് മെക്കാനിസം, സോഷ്യൽ വാലിഡേഷൻ, പ്രധാനമായിട്ടും ഈ 3 ഹ്യൂമൻ സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അതിലിങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? യെസ് സർ. താങ്ക് യു റാണി മാം, താങ്ക് യു അർച്ചന മാം. എന്ത് ടെക്നോളജിയാണ് ഈ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിനകത്ത് നമ്മൾ 7 കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് ഇൻഫൈനൈറ്റ് സ്ക്രോൾ എന്ന് പറയും. പണ്ടത്തേക്ക് വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പേജ് വരും, അത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അടിക്കണം, അതല്ലെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ അവസ്ഥ മാറി. ഇന്നത്തെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്, ഇതിന് അവസാനം ഇല്ല, എൻഡ്ലെസ് സ്ക്രോൾ ആണ് അല്ലെ. ഫേസ്ബുക്ക് ഒരിക്കലും നമ്മളോട് പറയില്ല നമ്മളെ കോണ്ടന്റ് തീർന്നു കേട്ടോ പൊക്കോ എന്ന് പറയില്ല. നമ്മളായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഇന്റൻഷനലി ഇതിന്ന് പോയാൽ മാത്രമേ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പം ഇന്ന് കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത് എൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്, ഒരിക്കലും അവസാനിക്കാത്ത കോണ്ടന്റ്സ്. രണ്ടാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണലൈസ്ഡ് കോണ്ടന്റ്. ഇൻസ്റ്റാഗ്രാം നമ്മുടെ മനസ്സ് വായിക്കുന്നു എന്ന് നമുക്കൊരു ഫീല് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇങ്ങനെ കാണിച്ചു തരുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ്സ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു നമ്മുടെ ബിഹേവിയറൽ ഡാറ്റ വെച്ചിട്ട്. ഇതും ഒരു തരം നമ്മളെ അതിലേക്ക് അഡിക്ഷൻ ആക്കാനുള്ള, നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ്. മൂന്നാമത്തേതാണ് നമ്മളെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷന്റെ ശബ്ദം, അതുപോലെ അതിന്റെ ആ ഒരു കളറ്, അതിന്റെ ഡിസൈനിനൊക്കെ എപ്പോഴും ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നമുക്ക് തോന്നുകയാണ് ഇത് ഇപ്പോഴേ ഓപ്പൺ ചെയ്യണം, വെയിറ്റ് ചെയ്യാൻ പാടുള്ള ഒന്നല്ല എന്ന്. അതിന്റെ ശബ്ദത്തിന്റെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും. ഈ ഫോണിലെ ഈ വാട്സാപ്പിന്റെ നോട്ടിഫിക്കേഷനൊക്കെ, ഈ ഡിഫോൾട്ട് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ എത്ര ബഹളത്തിന് എടുക്കുകയാണെങ്കിലും അത് നമ്മുടെ ചെവിയിൽ വരും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും അതൊരു സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെൻസ് ഓഫ് അർജൻസി കാരണമാണ് നമ്മൾ എന്തെല്ലാം ജോലികൾ എടുക്കുകയാണെങ്കിൽ പോലും ഉടനെ അതിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഇന്ന് യൂട്യൂബിൽ കാണുന്ന ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ, നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്താൽ മതി, ബാക്കിയെല്ലാം അതിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് അത് സൈഡിൽ വെച്ചിരുന്നാൽ മതി. അപ്പൊ ഈ ഓട്ടോ പ്ലേ ഫീച്ചർ കാരണം നമുക്ക് അധികം എഫേർട്ട് ഒന്നും ഇല്ല, എന്നാൽ നമ്മൾ അതിലെങ്ങനെ
എൻഗേജഡ് ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മുമ്പൊന്നും റീലിന് ഈ ഓട്ടോപ്ലേ ഇല്ലായിരുന്നു. ഇപ്പം ഫേസ്ബുക്ക് റീലൊക്കെ ഓട്ടോപ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീലുകൾ തന്നെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളതാണ് പ്രധാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള കോണ്ടന്റ്സ് ആണ് ഇവരെപ്പോഴും റെക്കമെൻഡ് ചെയ്യാം. യൂട്യൂബിന്റെ ഹോം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പാട്ടുകളായിരിക്കും അതിനകത്ത് ഫുള്ള് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. സോറി. അടുത്തതാണ് ബ്രേക്കിംഗ് ന്യൂസ്. ഈ ന്യൂസ് ചാനലിന്റെയൊക്കെ ഫേസ്ബുക്ക് പേജ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് മുമ്പൊക്കെ കുറച്ചൊക്കെ കണ്ടന്റ്സ് അവർ ഈ അവരുടെ ഹെഡ്ലൈനകത്ത് ഉൾപ്പെടുത്തുമായിരുന്നു. ഇപ്പം ചില വാക്കിന്റെയൊക്കെ പകുതി ഉണ്ടാവും അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും, എന്താണ് ഇതിനകത്തുള്ളത് എന്ന്. അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന കാർഡിന്റെ ഡിസൈൻ, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാർഡ് കണ്ടിട്ടില്ലേ? എപ്പോഴും നമ്മളെ അതിനകത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് അവർ യൂസ് ചെയ്യുക. അപ്പൊ ഈ ബ്രേക്കിംഗ് ന്യൂസ്, അതുപോലെ ഈ ഹെഡ്ലൈൻ ന്യൂസ്, ഇതൊക്കെ നമ്മളതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടും നമ്മുടെ അറ്റൻഷനെ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ നമ്മൾ ഇ കോമേഴ്സിൽ കാണുന്ന ലിമിറ്റഡ് ഓഫർ, അല്ലെങ്കിൽ ഒരു ഓഫർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് മാത്രം, അല്ലെ, അല്ലെങ്കിൽ ഒൺലി ഫ്യൂ ലെഫ്റ്റ്, അവസാനത്തെ പ്രോഡക്റ്റ് ആണ്, പെട്ടെന്ന് വാങ്ങിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല, നിങ്ങൾക്ക് മാത്രമാണ് ഈ ഓഫർ. അപ്പൊ ഇതുപോലെയുള്ളതും ഈ ഇത്തരം ടെക്നോളജികളും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചത് എന്താണ് അറ്റൻഷൻ എക്കോണമി, എന്താണ് ഇതിന് പിന്നിലുള്ള സൈക്കോളജി, എന്ത് തരം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്നതും നമ്മൾ അതിൽ എൻഗേജ് ചെയ്ത് നിർത്തുന്നതും. അപ്പൊ നമ്മൾ ഇതിനൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനങ്ങ് നെവർ മൈൻഡ് ആക്കി വിട്ടാൽ മതി. പക്ഷെ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ അറ്റൻഷൻ നമ്മൾ ഡിജിറ്റൽ മീഡിയ പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളെങ്കിലും ഉണ്ട് അല്ലെ? അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഫോക്കസ്. നമുക്ക് നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്കായിരിക്കും ഫോണിൽ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഒരു മെസ്സേജ് വരുന്നു, നമ്മൾ അതിന്റെ പുറകെ പോകുന്നു, നമ്മുടെ പ്രധാനപ്പെട്ട ജോലി അവിടെ കിടക്കും അല്ലെ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. ചിലപ്പോൾ നമ്മുടെ മാനേജേഴ്സ് ഒക്കെ കംപ്ലൈന്റ് പറയും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പറയും അല്ലെ, അച്ഛനും അമ്മയും ഇപ്പൊ തീരെ ശ്രദ്ധ തരുന്നില്ല, കൂടുതൽ സമയം ഫോണിലാണ്. നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പറയും. അപ്പൊ നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഒരു ഇമോഷണൽ ഇംബാലൻസ്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറേ സമയം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം കണ്ടാല് നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ മറിയുന്നത് പോലെ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ കൂടുതൽ നമ്മൾ സിനിമകളാണ് കണ്ടിരുന്നത് അല്ലേ? ഈ സിനിമകളുടെ പ്രത്യേകത എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ഉണ്ടാവും, ഒരു 2.5 മണിക്കൂർ, ഒരു പ്ലോട്ട്, അതിനകത്ത് കുറെ കഥാപാത്രങ്ങൾ, അവരുടെ കഥ. ഇതാണ് മുമ്പത്തെ സിനിമകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ അരമണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താൽ പോലും നമ്മൾ മൊത്തം 10 വീഡിയോസ് കാണും. ഈ 10 വീഡിയോയിലും 10 പ്ലോട്ട് ആയിരിക്കും, 10 മെസ്സേജ് ആയിരിക്കും, 10 ഇമോഷൻസ് ആയിരിക്കും, 10 തരം ആളുകളായിരിക്കും. അപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നമ്മൾ സങ്കടമുള്ള വീഡിയോ കാണും, കുറെ സന്തോഷമുള്ളത് കാണും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമാവും. ഈവൻ നമ്മുടെ ഇമോഷനെ പോലും ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില നമ്മൾ പറയാറില്ലേ, ചില ആളുകൾ വെറുതെ ഇരുന്ന് ചിരിക്കുന്നു എന്ന് പറയാറില്ലേ? ഏതൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ട് ഇങ്ങനെ ചുമ്മാ ചിരിക്കുകയാണ്. അപ്പൊ എന്താ, ഇതിനകത്ത് വീഡിയോ കാണുമ്പോഴാണ് ഈ ചിരി വരുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഇമോഷൻസിനെ മാറ്റാനും അല്ലെ, ഇതിനൊക്കെ ഇത്തരം വീഡിയോസിന്, ഇത്തരം കോണ്ടന്റ്സുകൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതാണ് പുവർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ അറിയുന്നില്ല. ഓഫീസിലാണെങ്കിൽ നമ്മൾ കൊളീഗ്സ് നമ്മളോട് സംസാരിക്കാൻ വന്നാൽ നമ്മൾ അറിയുന്നില്ല. വീട്ടിലാണെങ്കിൽ നമ്മളെ പാരൻസോ നമ്മുടെ പാർട്ട്ണറോ മക്കളോ ഒക്കെ നമ്മളെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, നമ്മളതൊന്നും കേൾക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും അല്ലെ? ഇങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ടും, കൊളീഗ്സുമായിട്ടുള്ളതാണെങ്കിലും പാരൻസും ഒക്കെ ആയിട്ടുള്ള, മക്കളൊക്കെ ആയിട്ടുള്ള. ഇതും ഒരു പ്രശ്നമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പാരിസൺ. നമ്മൾ ഈ
സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ തന്നെ ചെറുതായി കാണുന്ന ഒരു അവസ്ഥ അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മാത്രം എങ്ങനെയായി, ബാക്കി എല്ലാവരും വളരെ നന്നായി ജീവിക്കുന്നു. അപ്പൊ എപ്പോഴും ഇതൊരു ലോ സെൽഫ് എസ്റ്റീം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിൽ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനമില്ലാത്തൊരവസ്ഥ അല്ലെ? നമ്മളെ ചെറുതായി കാണുന്ന ഒരു അവസ്ഥ, അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. പലപ്പോഴും ചില ആളുകൾ ഇൻട്രോവേർട്ട് ഒക്കെ ആയിട്ട് പോകും ഇത് കാണുമ്പോൾ അല്ലെ? ആളുകളുടെ മുമ്പിൽ ഫേസ് ചെയ്യാനൊരു മടി. പിന്നെ നേരത്തെ പറഞ്ഞ ആവശ്യമില്ലാത്ത പർച്ചേസിങ്. നമ്മള് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഒരു പെരുന്നാൾ, ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം ഇതിനായിട്ട് ഒരു മോളിൽ ഷോപ്പിങ്ങിന് പോയി വിചാരിക്കുക. അപ്പം നമ്മൾ ഏത് തരത്തിലാണ് ഷോപ്പ് ചെയ്യുക? നമുക്കൊരു ഇപ്പം ജെൻസ് ആണെങ്കിൽ പാൻറ് വേണം, ഒരു ഷർട്ട് വേണം. ലേഡീസ് ആണെങ്കിൽ സാരിയോ ചുരിദാറോ. നമുക്കറിയാം എന്താണ് വേണ്ടത് എന്നുള്ളത് അല്ലേ? അതേസമയം നിങ്ങൾ വെറുതെ പോയിട്ടുണ്ടോ മോളില്? വെറുതെ ഇരിക്കുകയാണ്, എന്നാ പിന്നെ ഒന്ന് മോളിൽ പോയി വരാം, ജസ്റ്റ് ഒന്ന് കയറുന്നേ ഉള്ളൂ, വെറുതെ ഒന്ന് കയറാൻ വേണ്ടി പോവാണ്. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഈ സമയത്തായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് പർപ്പസ് ഇല്ല. എന്തിനാണ് പോയതെന്നോ എന്താണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതെന്നോ നമുക്ക് അറിയില്ല. നമ്മൾ കാണുന്നതെല്ലാം വാങ്ങിച്ചങ്ങ് പോരും. അതേസമയം ഒരു ഒക്കേഷന് വേണ്ടി ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മാത്രം ഷോപ്പ് ചെയ്ത് ഇങ്ങനെ പോരും. അതുപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ ഇന്റൻഷൻ ഇല്ലാത്ത പർച്ചേസിങ് എന്ന് പറയുന്നത്. കാണുന്ന ഓഫറിനെല്ലാം പോയിട്ട് നമ്മൾ തലവെക്കും. ഇത് നമുക്ക് ആവശ്യമുള്ളതാണെന്നോ, ചിലപ്പോൾ ഇതിന്റെയൊക്കെ വില ഇതിലും കുറഞ്ഞ് അവർ വിറ്റിരുന്ന സമയമൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മളാകെ നോക്കുന്നത് ഭയങ്കര എന്തോ സെയില് നടക്കുന്നുണ്ട് അല്ലെ, നമ്മളിത് ഉടനെ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ ഓഫർ മിസ്സാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾക്ക് ഉപയോഗം പോലും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ അൺവാണ്ടഡ് പർച്ചേസിനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ സംസാരിച്ചു അല്ലെ? ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രോബ്ലംസിനെ സംസാരിച്ചു. ഇനി നമുക്കൊരു ടെസ്റ്റ് നടത്താം. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ. അതായത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇന്റൻഷണൽ അല്ലാതെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. താങ്ക് യു അർച്ചന മാം, താങ്ക് യു റാണി മാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എത്രത്തോളം ഉണ്ട് എന്നൊന്ന്. അപ്പൊ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഉപയോഗം ഇന്റൻഷണൽ ആണോ അൺഇന്റൻഷണൽ ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയാനല്ല, നമ്മൾ ഉപയോഗിക്കുന്നതിൽ എത്ര ശതമാനം ഇന്റൻഷണൽ ആണ്, എത്ര ശതമാനം അൺഇന്റൻഷണൽ ആണ്. ഓക്കെ. അപ്പൊ ഞാനിവിടെ 5 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 5 ചോദ്യത്തിന് നിങ്ങൾ എഴുതി വെക്കണം, പറയണ്ട. അതിന് ആൻസർ ചെയ്യേണ്ടത് ഒരു നമ്പർ ആയിട്ടാണ്. 0 മുതൽ 4 വരെയുള്ള ഒരു സ്കോർ ആണ് കൊടുക്കേണ്ടത്. 0 എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് 0 എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അപ്പം 0 എന്ന് പറഞ്ഞാൽ നെവർ, 1 എന്ന് പറഞ്ഞാൽ റയർലി, അതായത് വല്ലപ്പോഴും, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ്, ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, 3 എന്ന് പറഞ്ഞാൽ ഓഫൺ, ഞാൻ ചെയ്യുന്നതിൽ കൂടുതലും അങ്ങനെയാണ്, 4 എന്ന് പറഞ്ഞാൽ വെരി ഓഫൺ, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അപ്പം 0 to 4 വരെ ഓരോ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യത്തിനും ഒരു സ്കോർ കൊടുക്കുക. മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും? Yes, sir. ആദ്യത്തെ ചോദ്യം, ഐ യൂസ് ടു അൺലോക്ക് മൈ ഫോൺ വിത്തൗട്ട് നോയിങ് വൈ. അതായത് ഫോൺ കാണുന്നു, അൺലോക്ക് ചെയ്യുന്നു, എന്തിനാന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പൊ അതിന് തീരെ ചെയ്തിട്ടില്ലെങ്കിൽ 0 എന്നും, എപ്പോഴും ചെയ്യാറുണ്ടെങ്കിൽ 4 എന്നും, അതിനിടയ്ക്കുള്ള സ്കോറും നിങ്ങളുടെ ആ ഒരു ഓർമ്മ അനുസരിച്ച് കൊടുത്താൽ മതി. Okay, sir. കൊടുത്തല്ലോ അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ യൂസ് ഫോൺ ലോങ്ങർ ദാൻ ഐ പ്ലാൻഡ്. 10 മിനിറ്റിന് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ സമയം ഫോൺ ഉപയോഗിക്കുന്നു. ഇത് എങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യാറുണ്ടോ? വല്ലപ്പോഴേ ഉള്ളോ? തീരെ ഇല്ലേ? മൂന്നാമത്തേലേക്ക് പോവാം. ഐ ഓപ്പൺ ദ ഫോൺ ഫോർ എ റീസൺ ബട്ട് സ്വിച്ച് ടു അതർ ആപ്സ്. അതായത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു, അതിലൊരു ലിങ്ക് കണ്ടു, ഫേസ്ബുക്കിൽ പോയി, പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നു. ഇതുപോലെയുള്ള ഇൻസ്റ്റൻസ് എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കാറുണ്ട്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐ സ്ക്രോൾ വിത്തൗട്ട് ലേണിംഗ് ഓർ മീനിങ് ഫുൾ പർപ്പസ്.
നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കുറേ സമയം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാറുണ്ടോ? എൻ്റെ സമയം വെറുതെ പോയി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, അത് എടുക്കേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാനിപ്പോൾ അത് എടുത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടെങ്കിൽ അതിനും ഒരു സ്കോർ കൊടുക്കുക. ഇപ്പൊ എല്ലാവരും സ്കോർ കൊടുത്തല്ലോ അല്ലെ? ഇപ്പൊ മൊത്തം 5 നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ? യെസ് സർ. ആഡ് ചെയ്യുമ്പോൾ 20ൽ താഴെയുള്ള ഒരു നമ്പറാണ് കിട്ടുക. കിട്ടിയല്ലോ അല്ലെ? യെസ്. നമുക്ക് ഒരു 8 കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഉദാഹരണത്തിനാണ് 8 എന്നാണ്. അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 8 ആണെങ്കിൽ 40. ഓക്കെ, ഈ നമ്പറിനെ 100 നിന്ന് മൈനസ് ചെയ്യാം. അതായത് 8 ആണെങ്കിൽ 8 × 5 40, 100 - 40 60. ഓക്കെ. അപ്പൊ ഇപ്പൊ കിട്ടിയ സ്കോർ ഉണ്ടല്ലോ 60 എന്ന് പറയുന്ന സ്കോർ, ഇതാണ് നിങ്ങളുടെ ഇന്റൻഷണൽ മൊബൈൽ ഫോൺ യൂസേജ് എന്ന് പറയുന്നത്. എന്തോ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേത് അതായത് 40 എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് പർപ്പസ് ഇല്ല, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്തിനാണ് അത്രയും ആ സമയം ഉപയോഗിച്ചത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ആഴ്ചയിൽ ഒരിക്കലോ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിക്കാതെ നിങ്ങളുടെ സമയം എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അപ്പൊ പിന്നെ നിങ്ങൾ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, ആരാണ് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ ആണോ എന്താണെന്നുള്ളത്, അതിനനുസരിച്ച് എന്താണോ പരിഹാരം അത് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടെസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്കോർ 19 ഒക്കെ കിട്ടിയാല് 19 × 5 ആണോ ചെയ്യണ്ടേ? സ്കോർ 19 കിട്ടില്ല സർ. അത് 20ൽ താഴെ സ്കോർ കിട്ടും. അതെ അതെ, 19 ആണെങ്കിൽ 19 × 5. 19 ആണോ? 110 ആണോ? 19 × 5 19 × 5. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം സർ, മുഹമ്മദ് സമീർ സർ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതന്നെ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ 19 × 5 എന്ന് പറയുമ്പോ 95% സമയത്തും 95 ആണോ? അതെ, 95%. 95% സമയത്തും സാറ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാതെയാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അല്ല, അതായിട്ട് എടുക്കണ്ട, ഇതൊരു റിയലൈസേഷൻ ആയിട്ട് എടുത്താൽ മതി. അതിനനുസരിച്ച് കൺട്രോൾ ചെയ്താൽ മതി. പലർക്കും ഉണ്ടാവും ഇത്തരം വലിയ വലിയ സ്കോറുകൾ, സാറ് മാത്രമല്ല. പിന്നെ ഇതത്ര ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ആയിട്ടൊന്നും കാണണ്ട. ഇതൊരു ടെസ്റ്റ് ആണ്, നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവാനായിട്ട്. അപ്പൊ ആ റിയലൈസേഷൻ ഉണ്ടാവുക, അതിനനുസരിച്ച് നമ്മുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുക, എങ്ങനെയാണിത് നമ്മൾ നിയന്ത്രിക്കുക? നമ്മുടെ സെക്ഷന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ടെക്നിക്സ് ടു റീക്ലെയിം അറ്റൻഷൻ അല്ലെ? നമ്മളെ ടെക്നോളജി കമ്പനികളെല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള IT പ്രൊഫഷണൽസ് എല്ലാം കുത്തിയിരുന്ന് ആലോചിച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ അറ്റൻഷനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ചു പിടിക്കണ്ടേ? നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താലേ ഇത് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള ടെക്നിക്സ് ആണ് ഈ പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം അവയർനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ബുദ്ധിരാക്ഷസന്മാർ ഇരുന്നിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും എന്താ പറയാ, ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ മാത്രം പ്രശ്നമല്ല. അപ്പൊ നമ്മൾ അതിനായിട്ട് എഫേർട്ട് ഇട്ടാലേ ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുക, അവെയർ ആയിരിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഡിസൈൻ, ഇതൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള സൈക്കോളജി, ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അറ്റൻഷൻ ഇവരെ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് ടേൺ ഓഫ് അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻസ്. പലപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ് അല്ലെ? അപ്പം ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. നമുക്ക് അത്യാവശ്യം എന്ന് പറയാനായിട്ട് ഒരു കോൾ വരുമ്പോൾ അറിയണം അത് അത്യാവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അറിയണം. അതിനപ്പുറം ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ഒക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല. വാട്സാപ്പ് ഇപ്പം പ്രധാനമല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്തിടാം. നമ്മൾ സമയമുള്ളപ്പോൾ മാത്രം അതിൽ കയറിയാൽ മതി. ഇല്ലാത്ത സമയം ഉണ്ടാക്കി അതിനകത്ത് കയറി സമയം കളയേണ്ട കാര്യമില്ല. അപ്പൊ എപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ പ്രയോറിറ്റീസ്, അത്യാവശ്യങ്ങൾ. അപ്പം നമുക്ക് അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന
നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്തിടുക. മൂന്നാമത്തത്, ഇത് ഞാൻ എന്നോട് കൂടെ പറയുന്ന കാര്യം കേട്ടോ, കീപ് ഫോൺ എവേ വൈൽ വർക്കിംഗ്. നമ്മുടെ കൈയകലത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക ഫോൺ. നമ്മൾ ഇരിക്കുന്ന ചെയറിൽ നിന്നും ഡെസ്കിൽ നിന്നും എണീറ്റ് പോയി എടുത്താലേ ഇത് നോക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയമൊക്കെ ക്ഷമിച്ചിരിക്കും. ശബ്ദം കേട്ടാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അതേസമയം നമ്മൾ നേരെ കൈൻ്റെ മുമ്പിലാണ് ഫോണെങ്കിൽ എന്നാന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കും അല്ലേ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യുകയാണെങ്കിൽ ഫോൺ കുറച്ചങ്ങ് മാറ്റി വെക്കുക. അത്യാവശ്യമുള്ളവർ വിളിക്കട്ടെ, ഭയങ്കര അർജന്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് വിളിക്കുമല്ലോ, അപ്പൊ പോയി എടുത്താൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ കേട്ട് കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അല്ലെ. മൾട്ടി ടാസ്കിങ് എന്തോ സംഭവമാണ്, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുന്നവർ ഭയങ്കര അല്ലെ കഴിവുള്ളവരാണ്. പക്ഷെ ഇന്ന് പറയുന്നത്, നമ്മുടെ സയൻസ് പറയുന്നത് അത് സത്യമല്ല. സിംഗിൾ ടാസ്കിങ് ആണ് എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒരു ടെസ്റ്റ് നടത്തിയില്ലേ, ഫോക്കസിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഫോക്കസിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഒരു കഥയുണ്ട്, ഒരു റോഡിലൂടെ ഇങ്ങനെ കുറെ കാറുകൾ പോകുമ്പം ഒരാള് അതിലൂടെ എത്ര ചുവന്ന കാറ് പോയി എന്ന് ചോദിക്കും കൂടെയുള്ള ആള്. അപ്പൊ അയാൾ പറയും ഞാനൊന്നും കണ്ടില്ല എന്ന്. കാരണം അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷം എന്നാ ഇനി മുതൽ റെഡ് കാറുകളെ നോട്ടീസ് ചെയ്യാൻ പറയുമ്പോൾ ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ബൈ ഡിസൈൻ അല്ലെങ്കിൽ ബൈ നമ്മുടെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കമ്പ്യൂട്ടറുകളല്ല, നമുക്ക് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും സിംഗിൾ ടാസ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, തിരിച്ചും ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ജോലി ചെയ്യാതിരിക്കുക. ഫോൺ ഉപയോഗിക്കാനും ചാറ്റ് നോക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേറെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തതാണ് യൂസ് ഫോൺ ഫോർ പർപ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പിങ്ങിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും പെരുന്നാളിനും ചെയ്യുന്നതിനേക്കാൾ ഷോപ്പിംഗ് ചെയ്യുന്നത് വെക്കേഷൻ സമയത്ത് വെറുതെ മോളിൽ പോയി കറങ്ങുന്ന സമയത്താണ്. കാരണം നമുക്ക് പർപ്പസ് ഇല്ല, എന്തിനാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഓഫറിനെല്ലാം പോയി തലവെക്കും. അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്കെങ്കിലും അറിയണം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോസ് എല്ലാം കാണും, കാണുന്ന പേജസ് എല്ലാം പോയി നോക്കും. അപ്പൊ എപ്പോഴും യൂസ് യുവർ മൊബൈൽ ഫോൺ ഫോർ എ പർപ്പസ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലും പറയാറുള്ള പോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ജീവിതത്തിൽ കൊണ്ടുവരിക അല്ലെ. അത് നമ്മുടെ ഫാമിലിയോട് സംസാരിക്കുന്നതാവാം, വായനയാവാം, എഴുത്താവാം. നമ്മൾ നേരത്തെ ഡോപ്പമൈൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഡോപ്പമൈൻ എപ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഹോർമോണാണ്. എപ്പോഴും നമ്മൾ ഈ പ്ലഷർ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഹോർമോണാണ് സെറാട്ടോണിൻ. നമുക്ക് ഒരു എന്താ പറയാ, ഒരു സന്തോഷം തരും, പക്ഷെ എന്നാൽ ഇത് മതി, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് സെറാട്ടോണിൻ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ലൈവ് ആക്കി നിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ സെറാട്ടോണിൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ്. എന്ത് കാര്യവും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവുന്നത്. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള ഫാമിലി ടൈം, വായന, എഴുത്ത് അല്ലെങ്കിൽ ഗാർഡനിങ്, സുഹൃത്തുക്കളുമായിട്ട് ഫോണിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി 7, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമാണ്? അതായത് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുകയല്ല, ബോർഡം എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നത്. ഈ ബോറടി ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, ബോറടിക്കുമ്പം വെറുതെ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ബോറടിക്കുന്ന പരിപാടി ഇല്ല. ബോറടിക്കാറില്ല. അതാണ് അത് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ബോറടിക്കാറില്ല. എന്നാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ടല്ലേ ഭയങ്കര ബോറടി, എന്നാ പിന്നെ ഒന്ന് ഫോൺ എടുത്ത് നോക്കാന്ന്. അതില്ല. നമുക്ക് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ബോറടി ഇഷ്ടമില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാറുണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഫോണിലേക്ക് പോകുന്നത്. നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ, അവർക്ക് ഇനിയിപ്പോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് 2 മാസത്തോളം. ഈ 2 മാസം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല അല്ലെ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ അവർ കളിക്കും, 3-ാമത്തെ ദിവസം ആകുമ്പോൾ അവർക്കൊന്നും ചെയ്യാല്ല, കളിയൊക്കെ മടുത്തു തുടങ്ങി അല്ലെ. അപ്പൊ അവർക്ക് ബോറടിച്ചു തുടങ്ങും. ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്നാ പിന്നെ കുറച്ച് സമയം ഫോൺ കാണാം അല്ലെങ്കിൽ ടാബ് കാണാം എന്ന് പറയും. അപ്പൊ നമ്മൾ എപ്പോഴും ബോറടിക്കാനായിട്ട് പഠിക്കണം
അല്ലെങ്കിൽ ബോർഡം ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട, ഒന്നും ചിന്തിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ ഇരിക്കാനായിട്ട് ശീലിക്കുക. അത് നമുക്ക് ആർക്കും ഇല്ലാത്തൊരു ശീലമാണത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ ഫ്രീ സോണുകൾ. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ഡിവൈസസ് ഉപയോഗിക്കാത്ത കുറച്ച് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ ബെഡ്റൂമിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഓഫീസിലാണെങ്കിൽ വർക്ക് പ്ലേസിൽ, നമ്മുടെ ഡെസ്കിൽ, ഇതൊക്കെ ഡിജിറ്റൽ ഫ്രീ സോണുകളായിട്ട് നമ്മളങ്ങ് പ്രഖ്യാപിക്കുക. ഇവിടെയൊന്നും നിൽക്കുന്ന സമയത്ത് ഫോണിൽ മെസ്സേജ് വന്നാലും നമ്മൾ നോക്കില്ല എന്നങ്ങ് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്രീ ടൈമുകൾ, നമ്മുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഒരു മീറ്റിങ്ങിലായിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കൊളീഗിനോട് സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ടെക്നോളജികളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റൻഷൻ പരമാവധി ഗ്രാബ് ചെയ്യാനായിട്ടാണ്. ഇതിനെ നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നാലേ ഇത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. മൈക്രോസോഫ്റ്റിന്റെ ഒരു സ്റ്റഡി പറയുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാന് 12 സെക്കൻഡിൽ നിന്ന് 9 സെക്കൻഡായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 9 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജനറേഷൻ അനുസരിച്ച് അറ്റൻഷൻ സ്പാന് കുറഞ്ഞു വരികയാണ്. ഈ കുറയുന്ന അറ്റൻഷൻ സ്പാനെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റൻഷനെ പിടിച്ചു കൊണ്ടുപോകാനാണ്, നമ്മുടെ സമയം കൂടുതൽ അതിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആയിട്ട് എഫേർട്ട് എടുത്ത് ഇത് തിരിച്ചു പിടിക്കണം. എപ്പോഴും ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ സുഗമമായിട്ടുള്ള ജീവിതത്തിന് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്, അല്ലെ? ടെക്നോളജിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടുന്നാണ്? നമ്മുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാം, എങ്ങനെ കുറച്ചും കൂടെ സുന്ദരമാക്കാം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതല്ലാതെ ജീവിതം കുറച്ചും കൂടെ മോശമാക്കാനായിട്ടല്ല ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവാതെ ടെക്നോളജിനെ വൈസായിട്ട് യൂസ് ചെയ്യുക. ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ടെക്നോളജിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ എല്ലാവർക്കും സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറെയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ജീവിതത്തിൽ പ്രാക്ടീസ് ആയ എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഇതുണ്ടാക്കിയവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം സുന്ദരമാക്കലല്ല, അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യലാണ്, അവർക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ, യു ആർ ദ പ്രോഡക്റ്റ്. കുറച്ചും കൂടെ ഇന്നത്തെ കാലത്തിലേക്ക് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ, യുവർ അറ്റൻഷൻ ഈസ് ദ പ്രോഡക്റ്റ്. യു ആർ സെല്ലിങ് യുവർ അറ്റൻഷൻ ടു ടെക്നോളജി കമ്പനീസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അതെപ്പോഴും അവെയർ ആയിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇത്രയും സമയം കേട്ടിരുന്നതിന് താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക് ഒക്കെ പറയാനുള്ള സമയമാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രൊഫസർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. അതിലേക്ക് താങ്ക് യു അർച്ചന മാം. ആർക്കെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി പ്ലീസ്. വേണു സർ ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സോ വേണു സർ, യു ക്യാൻ സ്റ്റാർട്ട്. വേണു സാർ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യായിരുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അപ്പൊ നിങ്ങൾ ഏതായാലും ഇപ്പൊ രാവിലെ അവിടെ 6:20 കൊച്ചുടുപ്പാൻ കാലത്ത് എണീറ്റിരിക്കുകയാണ് അല്ലെ, ലോസ് അതെ ആഞ്ചലസിൽ. അതെ അതെ, കൊച്ചുവെളുപ്പം കാലത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. എനിക്കിവിടെ 8:20 ഞാൻ കാൻസാസിൽ. ഓക്കെ, ആൻഡ് സിൻസ് യു ആർ ഇൻ ദി USA, യു ആർ അവെയർ ഓഫ് സർട്ടൻ ഫാക്ട്സ്. ഈ കോസ്കോ എന്ന് പറയുന്ന, ഐ ഡോണ്ട് നോ വെദർ യു ആർ എ മെമ്പർ ഓഫ് കോസ്കോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് അവർ ഫുഡ് സാമ്പിൾ ചെയ്യാനായിട്ട് തരും. ഫ്രീ ആയിട്ട് ഒരു 7 ഡിഫറെന്റ് ചിക്കൻ കാണും, മറ്റേ ചിപ്സ് കാണും, കാൻഡീസ് കാണും, പലതും കാണും. അതിന്റെ ഉദ്ദേശം തന്നെ മറ്റേ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് തന്നിട്ട് പല പ്രോഗ്രാം, പിന്നെ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് വരുന്ന പോലെ വാങ്ങിപ്പിക്കാനാണ്. ഞാൻ അവിടെ എല്ലാം ചെന്ന് കഴിക്കും. എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നാണ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഞാൻ ഈ വിൻഡോ ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വിൻഡോ ഷോപ്പിംഗ്, അവിടെ എന്തെല്ലാം പരസ്യം ഉണ്ടെങ്കിലും ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ല. പക്ഷെ അത് എല്ലാവർക്കും പറ്റത്തില്ല. ദി റിയൽ ഫാക്ട് ഈസ് വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ റെസിസ്റ്റ് ദി ടെംപ്റ്റേഷൻ. അതാണ് വരുന്നതിൻ്റെ. ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത 1-2 കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന്, സ്റ്റീവ് ജോബ്സ്, നമ്മുടെ ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ കോ ഫൗണ്ടർ,
ഐഫോണിന്റെ എല്ലാം ഒരുപാട് ഇതിന്റെ ഇൻവെന്റർ. സ്റ്റീവ് ജോബ്സിന്റെ പിള്ളേർക്ക് പുള്ളിക്കാരൻ ഐപാഡ് പോലും കൊടുത്തിട്ടില്ലായിരുന്നു, കൊടുക്കത്തില്ല. ഫോൺ ഇതും റെസ്ട്രിക്ഷനാണ്. നോക്കിയുള്ള പുള്ളിക്കറിയാം അതെല്ലാം അഡിക്റ്റീവാണ്. ദാറ്റ് വിൽ അഫക്ട് ദെയർ ഇതിൻ്റെയൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് സ്റ്റീവ് ജോബ്സ് ചെയ്തത്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ദോവൽ, ഈ പേര് കുറെ പേരെങ്കിലും കേട്ട് കാണും. മിക്കവരും നല്ല ഈ വായനാശീലം ഇല്ലാത്തവരാണ് നമ്മുടെ നാട്ടിൽ. കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നവർക്ക് അറിയാം അജിത് ദോവൽ ഇസ് ദി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. പുള്ളി അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് പുള്ളിയുടെ കയ്യിൽ ഫോണില്ല. ഈ ഡസൻ ക്യാരി എ ഫോൺ ആൻഡ് ഇന്റർനെറ്റ് യൂസ് ചെയ്യാറില്ല. ഇതെല്ലാം ഡിസ്ട്രാക്ഷൻ ആണ് ഈ ഫോൺ വെച്ചാല്. സോ ദാറ്റ് ഈസ് വാട്ട് അജിത് ദോവൽ ഈസ് വെരി വെരി അപ്രീഷിയേറ്റഡ് ടു ബി എ വെരി എഫിഷ്യന്റ് മാൻ. വളരെ ഇതായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട്. നേരെ മറിച്ച് ഇനി ആ ഫാക്റ്റ് ആണ് പറയുന്നത്, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഫാക്ട് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാൻ ഫാക്ട് പറഞ്ഞേ പറ്റൂ. 2024 ഡിസംബറിൽ ലോക്സഭയിലെ സ്പീക്കർ രാഹുൽ ഗാന്ധിയെ ഇത് ചെയ്തു. ചില ഇങ്ങനെ അവിടെ നിന്ന് കംപ്ലീറ്റ് ഫോണും വെച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ലിസണിങ്. സോ സ്പീക്കർ ഓപ്പൺലി ഇതിൻ്റെയൊക്കെ. And that explains why this gentleman has got poor attention. മിക്കതിൻ്റെയും ഇത് രണ്ടുമാണ് റിയൽ ലൈഫിലെ എക്സാമ്പിൾ. ഇനിയും കൂടുതൽ വേറെ കുറെ പേർ പറയാൻ കാണാം. അതാണ് ഞാൻ ആദ്യം ഐ ഡോണ്ട് വാണ്ട് ടു മോണോപ്പൊളൈസ് ദിസ് സെഷൻ. മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് ഞാനൊരു ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബിൽ കിടപ്പുണ്ട്. ദി റിസ്ക് ഓഫ് മൾട്ടി ടാസ്കിങ്. അത് സൗകര്യം കിട്ടുകയാണ്, ചില സമയം കിട്ടുകയാണ് കാണുക. യൂട്യൂബിൽ കിടപ്പുണ്ട്, റിസ്ക് ഓഫ് മൾട്ടി ടാസ്കിങ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വേണു സർ. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. സർ, ഈ കോസ്കോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീക്കെൻഡ്സിന്റെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കവർ ചെയ്യുന്നത് ഈ കോസ്കോയിലെ ഫ്രീ സാമ്പിൾ ആണ്. സാറ് പറയുന്ന പോലെ തന്നെ നമ്മൾ പോയി കഴിക്കും, കഴിച്ചിട്ട് ഇങ്ങ് പോരും. എല്ലാം കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട്. 2-3 പ്രാവശ്യമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കവർ ആവുന്നുള്ളതാണ്. താങ്ക്സ് ഫോർ യുവർ ഫീഡ്ബാക്ക്. ഗുഡ് ഈവനിങ് റോഫ് സർ. ഗുഡ് ഈവനിങ് റാണി മാം. എന്താ പറയാ, ആനുകാലിക പ്രശസ്തിയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു അവയർനെസ് തരുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞ ആ ഒരു അഡിക്ഷനിലേക്ക് കിടക്കുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എവിടെ പോയി ഇരുന്നാലും ഉടനെ തന്നെ ഫോൺ തപ്പുക, തുറന്നു നോക്കുക. പലതും ആമസോണൊക്കെ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യുക, അവിടെ തന്നെ ഇരുന്ന് ഓർഡർ ചെയ്യുക. വരുന്നോ വരുന്നില്ലയോ എന്നൊക്കെ പിന്നെയാണ്. വരുമ്പോഴാണ് ശരിക്കും ഞാനൊക്കെ പറയും എന്താണാവോ ഓർഡർ ചെയ്തതെന്ന്. അങ്ങനത്തെ കുറച്ച് സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ കുറെ പറഞ്ഞ പോലെ കൺട്രോൾ ആവുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ ഓർഡർ ചെയ്ത സാധനത്തിന്റെ പേര് പോലും ഓർമ്മയുണ്ടാവാറില്ല. വരുമ്പോഴാണ് ഓർക്കുക അയ്യോ ഇതെന്താണാവോ ഓർഡർ ചെയ്തതെന്ന്. അപ്പൊ അങ്ങനത്തെ കുറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ സാറിന്റെ ഈ എന്താ പറയാ ടെസ്റ്റും കൂടെ നടത്തിയപ്പോൾ മനസ്സിലായി വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ നല്ലൊരു അവയർനെസ് ശരിക്കും തന്നു. ഇനിയിപ്പോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഈ ബോറടിക്കുക എന്ന് പറഞ്ഞ സ്വഭാവം ഇല്ല കേട്ടോ, എന്താ അറിയില്ല. ഞാനത് പറയാം. പിന്നെ തനിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാതെ തനിച്ചിരിക്കാനുള്ള ഒരു ഇഷ്ടമുണ്ട്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മള് ആലോചിക്കുക. അപ്പൊ അതൊക്കെ ഒരു അറിവിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനൊക്കെ ഒരുപാട് ഉപകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സെഷൻ, വളരെ ഫ്ലോ ആയിട്ടും ഒട്ടും ലാഗ് വരുത്താതെയും ഒക്കെ ഒരു പ്രചോദനമായിട്ട് മുന്നിൽ തന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു റാണി മാം. ഈ അഡിക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഡോപ്പമൈൻ റിലീസ് ആവുന്നത് കൊണ്ടാണ് അഡിക്ഷൻ ആവുന്നത്. പെട്ടെന്ന് പറയും. ഈ ഡോപ്പമൈന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഡോപ്പമൈൻ തരുന്ന സന്തോഷം വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡോപ്പമൈൻ റിലീസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്. മുമ്പ് അരമണിക്കൂർ ഫോൺ ഉപയോഗിച്ചാൽ കിട്ടിയിരുന്ന സന്തോഷം കിട്ടണമെങ്കിൽ പിന്നീട് 1 മണിക്കൂർ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. സെറാട്ടോണിൻ അങ്ങനെയല്ല. സെറാട്ടോണിൻ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഗുഡ് ഇനഫ് ആണെങ്കിൽ നിർത്താൻ പറയും. ഡോപ്പമൈൻ ഒരിക്കലും നമ്മളോട് നിർത്താൻ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം കുറച്ച് സമയം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡോസേജ് കൂട്ടി കൊണ്ടുവരണല്ലേ ഓരോ ഡോസ്. അതെ ഡോസ്. അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ വരുന്നത്. മുമ്പ് ഒരു ഗ്ലാസ് മദ്യം കഴിച്ചവർക്ക് പിന്നീട് 2 ഗ്ലാസ് വേണ്ടി വരും, 3 വേണ്ടി വരും, 4 വേണ്ടി വരും. പിന്നീട് അതില്ലാതെ പറ്റില്ല എന്നുള്ളത്. പിന്നീട് അത് ഉണ്ടായാൽ പോലും ചിലപ്പോൾ സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ എന്തോ പറയുന്നുണ്ട്. അതെ, ഇത് തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ കാരണം. ഞങ്ങളുടെ മെഡിക്കൽ പ്രാക്ടീസ് ഉള്ളവരാണ്. ടോളറൻസ് എന്ന് പറയും, അതിന്റെ വേർഡാണ് ടോളറൻസ്.
അതായത് ഒരു 30 മില്ലിഗ്രാമില് വർക്ക് ചെയ്യുന്ന പെയിൻ മെഡിക്കേഷൻ, വേദന, മുട്ടുവേദന, നടുവേദനയ്ക്ക്. ഓപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് പെയിൻ കില്ലറാണ്. അത് 30 മില്ലിഗ്രാം വർക്ക് ചെയ്യുന്ന കുറെ നാൾ കഴിയുമ്പോൾ അത് അതിൽ പോരാ, 60 ആവും. 60 പിന്നെ 90 ആവും. പിന്നെ 90 120 ആവും. ഈ ടോളറൻസ് വരുന്നതാണ് ഇതിന്റെ. അതേപോലെയാണ് ഈ പറഞ്ഞ ആദ്യം കിട്ടിയ അതിന് സന്തോഷം, ഇറ്റ് ഗെറ്റ്സ് ടോളറൻസ് പിന്നെ കൂടി വരും. പിന്നെ ആ നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനാണ്. ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി മിക്കവരും പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമല്ല. കുതിര വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് കുതിരയ്ക്ക് 2 സൈഡിലും ബ്ലിങ്കേഴ്സ് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് അത് വെച്ചത് വെച്ചാൽ ആ അറ്റൻഷൻ വാണ്ടർ ചെയ്യാതിരിക്കാനാണ്. അപ്പുറത്തെല്ലാം പുല്ല് കണ്ടു കഴിഞ്ഞാൽ കുതിര നേരെ അങ്ങോട്ടേക്ക് പുല്ലിലോട്ട് ഓടിപ്പോകും, ഈ റോഡിൽ നിന്ന് വിട്ടിട്ട് പുല്ല് കഴിക്കാനായിട്ട്. സോ ടു പ്രിവെന്റ് ദാറ്റ് വണ്ണാണ് ഈ ബ്ലിങ്കേഴ്സ് വെക്കുന്നത് കുതിരയ്ക്ക്. അതേപോലെ പിള്ളേരെ പഠിക്കാനായിട്ട് വീട്ടില് ഞാൻ പറയാം, ഞാൻ എൻ്റെ വർക്കിൽ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യപ്പോൾ വിത്ത് ഓൾ പ്രൈഡ് ഞാൻ പറയണം, ഐ വാസ് ദി ഓൺലി ഫിസിഷ്യൻ. 14 ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഐഡന്റിക്കൽ പേഷ്യന്റ് വർക്ക് ലോഡാണ്. 8 മുതൽ 4:30 മണി വരെ ആയിരുന്നു. 4:30 മണിക്ക് മുമ്പ് തന്നെ പണിയെല്ലാം തീർത്ത് നേരെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം 6-7 മണി വരെയാണ്. എന്താണ് പ്രശ്നം? അതിൽ തന്നെ അലർട്ട് വരും, നോട്ടിഫിക്കേഷൻ ആ ഡെസ്ക്ടോപ്പിൽ. അതവർ ടേൺ ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പേഷ്യന്റ് ഒരു അലർട്ട് വരുമ്പോൾ പിന്നെ അതിനെ കുറെ നേരം വായിക്കും. അപ്പൊ അത്രയും സമയം പോയി കിട്ടി. അത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പേഷ്യന്റ് ഇല്ലാത്ത സമയത്ത് ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേ പോകുന്നവരാരെയും കണ്ട് ഹായ്, ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഓ റിയലി, വേർ ഡിഡ് യു ഗോ? സംസാരിച്ച സമയം പോയി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വർക്ക് പെൻഡിങ് ആണ്. ഞാൻ എന്ത് വെച്ചാൽ എല്ലാ നോട്ടിഫിക്കേഷനും ടേൺ ഓഫ് ചെയ്തു. എൻ്റെ സെൽഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരത്തില്ല, വാട്സാപ്പിൻ്റെ ഒന്നിൻ്റെയും വരത്തില്ല. ഞാൻ അവിടെ നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്തു. പേഷ്യൻ്റ് ഇല്ലേ, ഡോറിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളിലുള്ളതാണ്. നമ്മുടെ കൺട്രോളിലുള്ളത് നമ്മൾ ചെയ്യാതെ നമ്മൾ പിന്നെ ഫോണിനെ ബ്ലെയിം ചെയ്യുക, ഡിവൈസിന് ബ്ലെയിം ചെയ്യുക, ടെക്നോളജി ബ്ലെയിം ചെയ്യുക, അത് നിർത്തിയാൽ മതി. ദാറ്റ്സ് ഓൾ വാട്ട് ഈസ് റിക്വയർഡ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Professor, very nice ഗുഡ് class. ഈവനിങ് സൂസൻ. Good evening. Very good class. Good presentation for a very good topic. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാനങ്ങനെ മൊബൈൽ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്യാറില്ല, പക്ഷെ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ക്ലാസ്സസും ഇതുപോലുള്ള സംഭവങ്ങൾ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇറ്റ് എൻഡ്സ് അപ്പ് ബീയിങ് സോ മച്ച് ബിക്കോസ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ. നമുക്ക് തന്നെ പല രാവിലെ തുടങ്ങുന്നതാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് എഴുതി വെക്കാറുമുണ്ട്, പഠിക്കാറുമുണ്ട്. സോ ഐ ഡോണ്ട് സീ ഇറ്റ് ആസ് എൻ അഡിക്ഷൻ. അൺനെസസറി ആയിട്ടും ഡാമേജിങ് ആയിട്ടുള്ള അഡിക്ഷൻ ഒന്നും ഞാൻ എനിക്കങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് ഐ എം ഗെയിനിങ് ഫ്രം ഇറ്റ്. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനാണ്. സംതിങ് വെരി, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ കോയിൻസിഡൻസ്. ഒരിക്കലും സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നോ ഇത് ഫോൺ ഇതെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് തരുന്നതെന്ന്. ഒരു ബുക്കിൽ ഞാൻ സപ്പോർട്ട പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ യൂട്യൂബ് യൂട്യൂബിൽ ഞാൻ എന്തോ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ഓണാക്കി പുറത്ത് എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ സപ്പോർട്ടയ്ക്കാ പറിച്ചുകൊണ്ടിരിക്കുക. സപ്പോർട്ട പറിച്ചു കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സംഭവം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സപ്പോർട്ടയെ പറ്റിയുള്ള ഒരു സംഭവം കാണിക്കുന്നത്. ഐ വാസ് സോ സർപ്രൈസ്. ഹൗ ഡിഡ് ദേ നോ ദാറ്റ് ഐ വാസ് പ്ലക്കിംഗ് സപ്പോർട്ട? എനിക്കറിയത്തില്ല അതൊരു കോയിൻസിഡൻസ് ആണോ, അത്രയ്ക്ക് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കതൊരു വലിയ സംശയമായിട്ട് തോന്നി. ഐ ഡോണ്ട് നോ, ഡു യു നോ അബൌട്ട് ഇറ്റ്? അത്രയ്ക്ക് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, മാം പറഞ്ഞത് കോയിൻസിഡൻസ് ആവാനേ വഴിയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ഷോപ്പിൽ പോയി വിചാരിക്കാം. ഷോപ്പില് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ നിൽക്കുന്ന ക്യൂ പതുക്കെയും ബാക്കി എല്ലാ ക്യൂവും സ്പീഡിലും പോകുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മറ്റേ ക്യൂവിനാണ് നോട്ടീസ് ചെയ്യുന്നത്. അതുപോലെ എടുത്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്റ്റൻസ് അതുപോലെ എടുത്താൽ മതി. പക്ഷെ നമ്മൾ മാം സപ്പോർട്ടയെ കുറിച്ച് എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും
അതിനുള്ള ടെക്നോളജി ഒന്നും നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. ആ, അങ്ങനെ ഉപയോഗിക്കാനും പാടില്ല. അതൊരു പ്രൈവസി കൺസേൺ ആണല്ലോ. അതാണ് അപ്പൊ എനിക്ക് ഈ ഒരു വലിയ ഇൻസ്റ്റൻസ് തോന്നിയത്. മാം ശ്രദ്ധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂവിന്റെ കാര്യം പറഞ്ഞ പോലെയാ. പക്ഷെ ഞാനിത് സെർച്ച് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇല്ല, അത് കോയിൻസിഡൻസ് ആവാനേ വഴിയുള്ളൂ. കോയിൻസിഡൻസ് ആയിരിക്കാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഓവർ യൂസ് ചെയ്യുകയും നമ്മൾ മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ FYI, TTYL, LOL അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേന് നമ്മുടെ സ്പെല്ലിങ്ങും നമ്മുടെ ലാംഗ്വേജും പുറകോട്ട് Vocabulary വൊക്കാബുലറി പ്രശ്നം. മോശമായി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇഷ്യൂ. എനിവേ, ഈ താങ്ക് യു. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കരുതെന്ന് ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും. പുറകിലായി പോകും. Yeah. നമ്മളിപ്പോ നമ്മൾ ഈ പറയുന്ന സംഭവം ക്ലാസ് കേൾക്കുന്നത് പോലും സൂമിൽ ഇരുന്നിട്ടാണ്. ഇത് അതെ. ടെക്നോളജിയാണ്. Yeah. ടെക്നോളജി യൂസ് ചെയ്യണം ഫോർ ദ ഗുഡ്, നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന്, നമ്മുടെ ജീവിതം നന്നാക്കാനായിട്ട്. ഒരിക്കലും ഈ ഒരു ന്യൂക്ലിയർ ഇതിന്റെ ഒരു സംഭവം കേട്ടിട്ടില്ല. ഈ ന്യൂക്ലിയർ ബോംബുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം ഒരു ന്യൂക്ലിയസ് അടുത്ത ന്യൂക്ലിയസിനെ ഹിറ്റ് ചെയ്യും, അടുത്തത് വീണ്ടും ഹിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയർ സംഭവം നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇതൊന്ന് നമുക്കൊരു എക്സ്പ്ലോഷന് വേണ്ടി യൂസ് ചെയ്യാം. കൺട്രോൾഡാണെങ്കിൽ ഇതിനെ നമുക്കൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൺട്രോളിലാണെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ്. നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുമ്പോഴാണ് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ ന്യൂക്ലിയർ ബോംബാണോ വേണ്ടത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണോ വേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇതൊരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. യൂസ് ടെക്നോളജി വൈസ്ലി. യെസ്, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഗതിയാണ്, നമ്മളാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയില്ലേ, എന്തോ തീറ്റ കൊടുത്തിട്ട് മൃഗങ്ങൾ നമ്മളെ അതുപോലെ തിരിച്ചു കടിക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മള് തീറ്റ കൊടുത്ത് ഉണ്ടാക്കിയ സംഗതിയാണ് അത് തിരിച്ച് നമ്മളെ കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക. അതെ. Okay. One more thing, Vineka ma'am, your intro was also very good. Congratulations. So congratulations to both of you and thank you. Thank you, Susan ma'am. Dear all, I am just interrupting right now because it's already 8:03. നമ്മുടെ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. We have thank you, Rao sir, Vineka ma'am, Darshana ma'am too. Thank you, Biju sir. So I'll keep the ഗ്രൂപ്പ് ഓപ്പൺ. വിൻബിൾ ട്രെയിനിങ്ങിന്റെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെക്കാം. ഇനി ആർക്കെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ അവിടെ വന്ന് എന്തായാലും മെസ്സേജ് ഇടുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ വിനീക മാം ആൻഡ് റോഫ് സർ. വിനീക മാമിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു. നമ്മൾ ചിന്തിക്കാൻ അല്ലെ, അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റൊരാളുടെ വാക്കിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഉള്ളൊരു അവസരമാണിത്. അപ്പോൾ വീണ്ടും ചിന്തിച്ച് സാറ് പറഞ്ഞ പോലെ സ്കോറൊക്കെ നോക്കി കുറയ്ക്കേണ്ടവരൊക്കെ കുറയ്ക്കുക, തീരെ കുറവാണെങ്കിൽ കൂട്ടുക, കുറച്ചും കൂടി ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയവും എല്ലാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വെനസ്ഡേ 7 o'clock ട്രെയിനേഴ്സ് ടോക്കിൽ കാണാം. അന്നും ഇതുപോലെ തന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, then thank you so much. Good night. Thank you. Thanks everyone. Good night. Yes. Thank you. Okay, thank you. Good night.